നമസ്കാരം. പ്രധാന വാർത്തകൾ. റേഷനരി കടത്തി പുതിയ പാക്കറ്റുകളിലാക്കി വിപണിയിലെത്തിക്കുന്ന സംഘം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. സംഘത്തിലെ 2 പേരെ കൊല്ലത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. KSRTCയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബ്ലാക്ക്മാന്റെ പേരിൽ സംസ്ഥാനത്ത് പലയിടത്തും സാമൂഹ്യ വിരുദ്ധർ രംഗത്തെത്തുന്നു. കൊല്ലത്തിറങ്ങിയ ബ്ലാക്ക്മാൻ ജനങ്ങളെ പേടിപ്പിക്കാൻ കോഴികളെ അടിച്ചുകൊന്നു. സംസ്ഥാനത്ത് മദ്യനിരോധനം സാധ്യമല്ലെന്നും മദ്യം നിരോധിച്ചാൽ അത് അരിഷ്ടമായി വിപണിയിലെത്തുമെന്നും R. ബാലകൃഷ്ണപിള്ള. വാർത്തകൾ വിശദമായി. റേഷനരി കടത്തി പുതിയ പാക്കറ്റുകളിലാക്കി പുതിയ ബ്രാൻഡ് നൽകി വിപണിയിലെത്തിക്കുന്ന സംഘം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായി സൂചന. ഇത്തരത്തിലുള്ള ഒരു സംഘത്തെ പോലീസ് കൊല്ലത്ത് കണ്ടെത്തി. അരി പിടിച്ചെടുത്തെങ്കിലും സംഘം ഓടി രക്ഷപ്പെട്ടു. ലോറി ഡ്രൈവറും 2 ജോലിക്കാരും അറസ്റ്റിലായി. അഞ്ചാലുമൂട് പ്രിൻസിപ്പൽ SI സുനിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പെട്രോളിംഗിനിടെയാണ് ലോറിയിൽ അരി കയറ്റുന്നത് കണ്ടെത്തിയത്. തുടർന്ന് സമീപത്തെ ഗോഡൌൺ പരിശോധിച്ചപ്പോഴാണ് റേഷനരിയും ബ്രാൻഡഡ് അരിയും കലർത്തി പുതിയ പേരിലുള്ള ചാക്കുകളിൽ നിറച്ചിരിക്കുന്നതായി കണ്ടത്. ബെസ്റ്റ് ക്വാളിറ്റി 786 എന്ന പേരിലാണ് പുതിയ അരി വിൽക്കുന്നത്. കൊല്ലം മുണ്ടക്കൽ സ്വദേശി നുജുമുദ്ദീന്റെ പേരിലാണ് ഗോഡൌൺ വാടകയ്ക്കെടുത്തിരുന്നത്. ഗോഡൌണിൽ ഉണ്ടായിരുന്ന നുജുമുദ്ദീൻ പോലീസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ലോറി ഡ്രൈവറെയും 2 ജോലിക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. താലൂക്ക് സപ്ലൈ ഓഫീസർ രാജൻ, റേഷനിംഗ് ഇൻസ്പെക്ടർ വിൽഫ്രഡ്, പോൾ എന്നിവരുടെ നേതൃത്വത്തിൽ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരെത്തി അരി പരിശോധിച്ചു. ASIമാരായ അച്ഛൻ കുഞ്ഞ്, രവീന്ദ്രൻ, CPOമാരായ ലഗേഷ് കുമാർ, ജാക്സൺ എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. KSRTCയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ ഡ്രൈവർമാർ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെല്ലാ രാജ്യത്തും ഇന്ധനവിലകൾ കുറയുമ്പോൾ കോടികൾ ഊറ്റിയെടുക്കാൻ അനുമതി നൽകിയ ഭരണക്കാർ അത് സംസ്ഥാനം ചെയ്യട്ടെ എന്നാണ്. സംസ്ഥാനം ചെയ്യോ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്യോ, ഒരു കത്തയത്താൽ മതിയോ? എവിടെ എന്തെങ്കിലും ആശ്വാസ നടപടികൾ സ്വീകരിക്കാൻ പറ്റി സംസ്ഥാന ഗവൺമെന്റ് തയ്യാറുണ്ടോ? ഡീസലിന്റെ വില വർധനവ്, നമ്മുടെ രാജ്യത്ത് ഡീസൽ ഉപയോഗിച്ച് നടത്തുന്ന വ്യവസായങ്ങൾ, മോട്ടോറുകൾ, അതുപോലെ തന്നെയുള്ള മേഖലകളെല്ലാം ഇന്ന് തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വ്യവസായ സ്ഥാപനങ്ങളെയും തൊഴിൽ രംഗങ്ങളെയും എല്ലാം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കട്ടെ. കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നാണ് CITUവിന്റെ നേതൃത്വത്തിലുള്ള മോട്ടോർ തൊഴിലാളികളുടെ മാർച്ച് ആരംഭിച്ചത്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണയായി മാർച്ച് സമാപിച്ചു. P. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. കാറ്റാടി കുമാരൻ പ്രസംഗിച്ചു. നിരവധി മോട്ടോർ തൊഴിലാളികൾ മാർച്ചിൽ പങ്കെടുത്തു. ബ്ലാക്ക്മാന്റെ പേരിൽ സംസ്ഥാനത്ത് പലയിടത്തും സാമൂഹ്യ വിരുദ്ധർ രംഗത്തെത്തുന്നതായി റിപ്പോർട്ട്. ഏറ്റവും ഒടുവിൽ കൊല്ലത്താണ് ബ്ലാക്ക്മാൻ തട്ടിപ്പ് അരങ്ങേറിയത്. മാസങ്ങളായി ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ബ്ലാക്ക്മാന്റെ വിളയാട്ടം ജനങ്ങളെയും പോലീസിനെയും വലയ്ക്കുന്നു. ജില്ലയിലെ പല ഭാഗങ്ങളിലായി ഓരോ ദിവസവും പ്രത്യക്ഷപ്പെടുന്ന ബ്ലാക്ക്മാൻ ഇന്നലെ പോഞ്ഞാശ്ശേരി ഭാഗത്താണ് പ്രത്യക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രി 8 മണിയോടെ ഹിദായത്ത് നഗറിന് സമീപത്ത് കൂടി പ്രദേശവാസിയായ വാടാനക്കുടി വീട്ടിൽ അനസ് കാർ തിരിക്കാൻ മണ്ണെടുത്ത ആളൊഴിഞ്ഞ ഭാഗത്ത് വാഹനം നിർത്തിയപ്പോഴാണ് കറുത്ത മനുഷ്യരൂപം പ്രത്യക്ഷപ്പെട്ടത്. കാറിന്റെ വെളിച്ചത്തിൽ സമീപത്തുള്ള നെടുമലയിലേക്ക് ഇയാൾ ഓടിമറിയുകയായിരുന്നു. തുടർന്ന് പ്രദേശത്തെ നാട്ടുകാരും പോലീസും ബ്ലാക്ക്മാനെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ബ്ലാക്ക്മാനെ അന്വേഷിച്ച നാട്ടുകാർ ഉറക്കമുളച്ച് കാത്തിരിക്കുകയാണെങ്കിലും ആരെയും കണ്ടെത്താനായിട്ടില്ല. ഇതിനിടെ ബ്ലാക്ക്മാനെ കണ്ട സ്ഥലത്തിനടുത്ത് വീടുകളിൽ വളർത്തുകോഴികളെ അജ്ഞാതർ കൊന്നിട്ടത് നാട്ടുകാർക്കിടയിൽ കൂടുതൽ പരിഭ്രാന്തി പരത്തി. കോഴീനെ അയച്ചു, ഒരു കോഴി കൂട്ടി കയറില്ലായിരുന്നു. അപ്പോൾ ആ കോഴിനെ കാണാത്തോണ്ട് രാവിലെ തന്നെ മറ്റേ കൂട് തുറക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു കോഴിയെ കാണുന്നുള്ളൂ. അപ്പം നോക്കിയപ്പോൾ ഒരു കോഴി ചത്ത് കിടക്കണു, 2 കോഴി ജീവനോടെ കൂട്ടിക്കിടക്കണു. കൂട് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി വേറെ വീട്ടിൽ ചോദിച്ചപ്പോൾ ആ വീട്ടിലെ ഒരു കോഴിനെ കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ കോഴിനെ കുഴിച്ചിടാനായിട്ട്
മമ്മട്ടിയായിട്ട് അപ്പുറത്തേക്ക് നീങ്ങി കുഴിച്ചിടാൻ നോക്കുമ്പോഴാണ് നിറച്ചും എൻ്റെ കോഴി മൊത്തം 6-8ഓളം കോഴി ഉണ്ടായിരുന്നു. കോഴി അവിടെ ഇങ്ങനെ ചുമ്മാ ഇട്ടേക്കണായിരുന്നു, കൊന്ന് ഇട്ടേക്കണായിരുന്നു. വേറൊരു അടയാളം ഒന്നും കണ്ടില്ല. പിന്നെ ഇന്നലെ രാത്രി ഇവിടെ ഭയങ്കര സംഭവമായിരുന്നു. ഇവിടെ ബ്ലാക്കമാൻ എന്ന് പറഞ്ഞൊരു ഒരു പയ്യൻ രാത്രി വണ്ടി റിവേഴ്സ് എടുത്ത് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ബ്ലാക്കായിട്ട് കറുത്തൊരു മനുഷ്യനെ കണ്ട് പേടിച്ച് ഇവിടെ ഭയങ്കര പേടിയാണ്. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും, കുട്ടികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. പിന്നെ പിള്ളേരിപ്പോൾ പുറത്ത് ഇറങ്ങൂല. അപ്പം ഭയങ്കര പേടിയായിട്ടുള്ള സംഭവമാണ്. വടക്കേക്കുടി വീട്ടിൽ അഷ്റഫിന്റെ വീട്ടിലെ 6 കോഴികളെയും തൊട്ടടുത്ത അസീസിന്റെ വീട്ടിലെ 1 കോഴിയുമാണ് രാവിലെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തി പിന്നീട് ചത്ത കോഴികളെ പാറപ്പുറം മൃഗാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോഴികളെ അടിച്ചു കൊന്നതാണെന്നാണ് വ്യക്തമായിട്ടുള്ളത്. 2 ആഴ്ച മുമ്പ് പുക്കാട്ടുപടി പാലക്കുളങ്ങരയിലും മാളിയേക്കൽപടിയിലുമാണ് ബ്ലാക്ക് മാനെ കണ്ടതെന്ന അഭ്യൂഹങ്ങൾ പരന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ബ്ലാക്ക് മാനെ കണ്ടതായി പലരും അറിയിക്കുകയായിരുന്നു. പുക്കാട്ടുപടി വാഴയിൽ വീട്ടിൽ വർഗീസും മുണ്ടേപ്പള്ളി ഏജൻസീസ് ഉടമ ആന്റണിയും ഭാര്യയും ദേഹത്ത് കറുത്തു പെയിന്റടിച്ച നിലയിൽ 6 അടി പൊക്കമുള്ള ആളെ കണ്ടതായി പറയുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മാളിയേക്കൽപ്പടിയിൽ കറുത്ത പാന്റ് ധരിച്ച് ദേഹത്ത് കരിയോയിൽ പുരട്ടിയ നിലയിൽ ഒരാളെ കണ്ടതിനെ തുടർന്ന് സമീപത്തെ കവയിൽ നിന്നും ആളുകളെ വിളിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പാടത്തേക്ക് ഓടിയതെന്ന ബ്ലാക്ക് മാനെ കണ്ടെത്താനായില്ല. നാട്ടിലും സ്കൂളുകളിലും ബ്ലാക്ക് മാൻ കഥകൾ പരന്നതോടെ രാത്രിയാകുമ്പോൾ തന്നെ കുട്ടികളും സ്ത്രീകളും പുറത്തിറങ്ങാറില്ല. യുവാക്കൾ ആയുധങ്ങളുമായി കവലയിൽ റോന്ത് ചുറ്റുന്നത് പതിവാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ ഭാഗങ്ങളിൽ നിന്നും മോഷണമോ കവർച്ചയോ നടന്നതായി റിപ്പോർട്ടില്ല. പോലീസ് സ്റ്റേഷനുകളിലേക്ക് ദിനംപ്രതി കഥകൾ പറഞ്ഞ് നിരവധി ഫോൺ കോളുകൾ എത്താറുണ്ടെങ്കിലും ഇതുവരെയും ആരും പരാതിപ്പെട്ടിട്ടില്ല. ബ്ലാക്ക് മാനെ കണ്ടെത്തിയെന്നറിയിക്കുമ്പോൾ തന്നെ പോലീസ് എത്തി അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇത് പതിവായതോടെ പോലീസും നിസ്സഹകരണമാണ് കാണിക്കുന്നതെന്നറിയുന്നു. കൊച്ചി സ്മാർട്ട് സിറ്റി സാധ്യമാകുന്നതോടെ കൊച്ചിയുടെ മുഖം മാറുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. വ്യാവസായിക നഗരമെന്ന നിലയിൽ കൊച്ചിയിൽ വരുന്നത് അനന്ത സാധ്യതകളാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൊച്ചിയുടെ സമഗ്രമായ വികസനത്തിനുള്ള എല്ലാ സാധ്യതകളും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. കൊച്ചി മെട്രോ പ്രോജക്റ്റിൻ്റെ തടസ്സങ്ങളെല്ലാം നീക്കി അതിൻ്റെ നിർമ്മാണം ഇനി വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാൻ പോവുക. BPCLൻ്റെ ഏതാണ്ട് 20,000 കോടി രൂപയുടെ പ്രോജക്റ്റ് പ്രധാനമന്ത്രി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. LNG ടെർമിനൽ ഈ മാർച്ച്-ഏപ്രിലോടുകൂടി പൂർത്തിയാകാൻ പോവുകയാണ്. ഇവിടെ ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ കൊച്ചി നഗരത്തിലെ 42 കിലോമീറ്ററിലും ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ പൈപ്പിലൂടെയുള്ള ഗ്യാസ് ഉപയോഗിച്ച് ഇവിടെ വൈദ്യുതി ഉൽപ്പാദനത്തിനും ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായ ശാലകൾക്കും അത് ഏറ്റവും പ്രയോജനകരമാക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് വിതരണത്തിൻ്റെ സാധ്യതകളും ഇപ്പം പരിശോധിച്ച് വരികയാണ്. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്. വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467 220 4467. വാർത്തകൾ തുടരുന്നു. ഗൾഫിലേക്ക് പാസ്പോർട്ടിൽ തലമാറ്റി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പിടിയിലായ കൊച്ചിയിലെ സാവാദിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 1996 മുതൽ 2002 വരെ അത്താണിയിൽ കസബ് എയർ ട്രാവൽസ് എന്ന പേരിൽ ഇയാൾ ട്രാവൽ ഏജൻസി നടത്തിയിരുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി ഉപഭോക്താക്കൾ നൽകിയ പാസ്പോർട്ടിന്റെ കോപ്പി, ഫോട്ടോ എന്നിവ ഇയാൾ കേസിലെ 1-ാം പ്രതി അജീബിന് കൈമാറുകയായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു. ഈ രേഖകൾ ദുരുപയോഗം ചെയ്ത അജീബ് വ്യാജ ഫോൺ കണക്ഷനുകൾ സ്വന്തമാക്കുകയായിരുന്നു. അജീബിന് നെടുമ്പാശ്ശേരി ഇമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുമായി ഉണ്ടായിരുന്ന അടുപ്പവും വ്യാജ ഫോൺ കണക്ഷൻ എടുക്കാൻ സഹായകമായി. സവാദ് ഇത്തരത്തിൽ മറ്റാർക്കെങ്കിലും ID പ്രൂഫുകൾ നൽകിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് ക്രൈംബ്രാഞ്ച് DYSP PM വർഗീസ് പറഞ്ഞു.
2002 മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയിൽ അറബി ട്രാൻസ്ലേറ്ററായി ജോലി നോക്കിയ ഇയാൾ 2008 മുതലാണ് സൗദി എയർലൈൻസിൽ ചേർന്നത്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് 2007 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ നെടുമ്പാശ്ശേരി എമിഗ്രേഷൻ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതിയെ ക്രൈംബ്രാഞ്ച് SP അലക്സ് കെ ജോണിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത ശേഷം ആലുവ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രതിരോധ മരുന്നിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമായി ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് ജേക്കബ് വടക്കാഞ്ചേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാക്സിൻ രംഗത്ത് നടത്തുന്ന മരുന്ന് വ്യാപാരത്തിനെതിരെയാണ് ബോധവൽക്കരണ പരിപാടി നടത്തുകയെന്നും ജേക്കബ് വടക്കാഞ്ചേരി വ്യക്തമാക്കി. ഗുണനിലവാരമില്ലാത്തതുകൊണ്ട് മരുന്നുകൾ പിൻവലിച്ചു. സ്ഥിരം വലിയൊരു ലിസ്റ്റ് കാണാറുണ്ട്. ഗുണനിലവാരമില്ലാത്ത പാല് വിറ്റ ഒരാളെ വെള്ളം ചേർന്നാൽ പോലും 3 മാസം 6 മാസം കഠിന തടവ്. തേന് വെറുതെ ഇരുന്നിട്ട് ഒന്ന് മാറിപ്പോയാൽ, അല്ലെങ്കിൽ തേനീച്ച എവിടെന്നെങ്കിലും പഞ്ചസാര ലായനി കുടിച്ചിട്ട് വന്നാൽ ആ മാറ്റത്തിന് വരെ തേൻ വിൽക്കുന്നതിന് 6 മാസം കഠിന തടവുള്ള രാജ്യത്ത് ഈ ഗുണനിലവാരമില്ലാത്ത മരുന്ന് വിറ്റ കമ്പനികൾക്ക് ശിക്ഷയില്ല, വകുപ്പില്ല, നടപടിയില്ല. അത് പിൻവലിച്ചു എന്നൊരു പത്രവാർത്തയിൽ ഡ്രഗ് കൺട്രോളർ കാര്യങ്ങൾ തീർക്കുന്നു. അതുവരെ ഈ മരുന്ന് കഴിച്ചവരോ അവരെയും കൂടി പിൻവലിക്കുമോ? അത് വിറ്റവരോ ലാഭം ഉണ്ടാക്കിയതൊക്കെ എടുത്തോ? ഇനി ഞങ്ങളുടെ അറിവിൽ ഈ മരുന്നിൻ്റെ തന്നെ പേര് മാറ്റി ഇങ്ങോട്ട് ഇറക്കിയാലോ, വെറുതെ കവർ മാറ്റി അടുത്ത ഇറക്കിയാലും. ഇപ്പം മരുന്ന് കമ്പനികൾ ചെയ്യുന്നതിന് ഒരു ശിക്ഷയും നമ്മുടെ നാട്ടിലില്ല. അമേരിക്കയിലും മെർക്കെന്ന് പറഞ്ഞ മരുന്ന് കമ്പനിക്ക് $640 മില്യൺ, $6,400 ലക്ഷം 2 പ്രാവശ്യം പിഴ കിട്ടും. മരുന്നുകളുടെ മേഖലയിൽ തട്ടിപ്പ് കാണിച്ചതിനാണ്. അവിടെ വിൽക്കാൻ പാടില്ലാത്ത മരുന്നുകൾ, നിരോധിച്ച മരുന്നുകൾ എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ വെക്കുകയാണ്. ഇതിനേക്കാളും കഷ്ടം ഇത്രയും ഭീകരമായിട്ട് ഈ നിരോധിക്കപ്പെട്ട മരുന്നുകൾ കഴിക്കുന്ന നമ്മുടെ ആളുകൾക്ക് അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ അണുവിൻ്റെ പേരിലും ജീവിതശൈലി രോഗം എന്നുള്ള പേരിലും ഒതുക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടന നിരോധിച്ച മരുന്നുകളാണ് കേരളത്തിൽ വിൽക്കുന്നതെന്നും ജീവൻ രക്ഷാരംഗത്ത് വൻ മാഫിയയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇവർ ശിക്ഷിക്കപ്പെടുന്നില്ലെന്നും ജേക്കബ് വടക്കാഞ്ചേരി പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ TM ബാലകൃഷ്ണൻ, P അനിൽകുമാർ എന്നിവരും സംബന്ധിച്ചു. സംസ്ഥാനത്ത് മദ്യം നിരോധിക്കാനാവില്ലെന്നും മദ്യം നിരോധിച്ചാൽ അരിഷ്ടമായി പോലും അത് ഉപയോഗിക്കുമെന്നും കേരള കോൺഗ്രസ് B നേതാവ് R ബാലകൃഷ്ണപിള്ള പറഞ്ഞു. കേരള മദ്യനിരോധന സമിതിയുടെ വിശ്വശാന്തി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്യം നിയമം മൂലം നിരോധിക്കാൻ കഴിയില്ല. നിരോധിച്ചാൽ ആയുർവേദത്തിന്റെ ലേബലിൽ പോലും അരിഷ്ടമാക്കി ആളുകൾ കുടിക്കും. രാഷ്ട്രീയ കക്ഷികൾക്ക് ആവശ്യം മദ്യനിരോധനമല്ല, മദ്യലോബിയാണ്. യാഥാർത്ഥ്യമായി മദ്യനിരോധനം ഏർപ്പെടുത്തണം എന്ന് വിചാരിക്കുമ്പോൾ എനിക്കറിയില്ല. ഞാൻ മന്ത്രിയായിരിക്കുമ്പോ എനിക്ക് വളരെ സഹായിയായ ഒരു തിരുമേനി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, ലത്തീൻ ബിഷപ്പ്. കാരണം ഈ പൂവാർ പ്രദേശങ്ങളിൽ ഞാൻ അദ്ദേഹം ആലോചിക്കും, അദ്ദേഹം പറഞ്ഞു തൊഴിലില്ലായ്മയാണ് അവിടുത്തെ പ്രധാന കാര്യം. ചർച്ചും സർക്കാരും ചേർന്ന് പൂവാറിൽ നല്ല ചൂടുള്ള മണലിലാണ് ഇത് കുടിച്ചിട്ടിരിക്കുന്നത്. ആരെങ്കിലും പിടിക്കാൻ നിന്നാൽ എടുത്ത ഒരു വെള്ളത്തിൽ ചാടും. കേരളത്തിൽ ഇന്ന് നടക്കുന്നത് മദ്യക്കച്ചവടവും വിദ്യാഭ്യാസ കച്ചവടവുമാണ്. ഗാന്ധിജിയുടെ പടം വച്ചാണ് മദ്യക്കച്ചവടം നടത്തുന്നത്. ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പറമ്പലത്ത് അധ്യക്ഷത വഹിച്ചു. P കേശവൻ നായർ, വസുന്ധര കുപ്പാട്ട്, KP രാജഗോപാലൻ നായർ, അമ്പാടി സുരേന്ദ്രൻ എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റേഷനരി കടത്തി പുതിയ പാക്കറ്റുകളിലാക്കി വിപണിയിലെത്തിക്കുന്ന സംഘം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. സംഘത്തിലെ 2 പേരെ കൊല്ലത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. KSRTCയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബ്ലാക്ക്മാന്റെ പേരിൽ സംസ്ഥാനത്ത് പലയിടത്തും സാമൂഹ്യ വിരുദ്ധർ രംഗത്തെത്തുന്നു. കൊല്ലത്തിറങ്ങിയ ബ്ലാക്ക്മാൻ ജനങ്ങളെ പേടിപ്പിക്കാൻ കോഴികളെ അടിച്ചുകൊന്നു. സംസ്ഥാനത്ത് മദ്യനിരോധനം സാധ്യമല്ലെന്നും മദ്യം നിരോധിച്ചാൽ അത് അരിഷ്ടമായി വിപണിയിലെത്തുമെന്നും R ബാലകൃഷ്ണപിള്ള. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.